ഹലോ, ഞാൻ ഇന്ന് സ്കൂട്ടി ഓടിക്കാനായിട്ട് കുറച്ച് ബാലപാഠങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് എനിക്ക് മനസ്സിലായ എൻ്റെ അറിവിൽ എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ വളരെ വളരെ ലേറ്റായിട്ട് സ്കൂട്ടി പഠിച്ച ആളാണ്. ഞാൻ ഒരിക്കലും ഓർത്തിരുന്നില്ല എനിക്കൊരു സ്കൂട്ടി ഓടിക്കാൻ സാധിക്കുമെന്ന്. കാരണം എനിക്ക് സൈക്കിൾ ബാലൻസോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ സ്കൂട്ടി ഉണ്ടെന്നുള്ളതല്ലാതെ അത് ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയേയില്ല. അപ്പോൾ ഇതിനെന്നെ പ്രാപ്തയാക്കിയ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അവരോടെല്ലാം നന്ദി. അത് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു 3-4 ക്ലാസ്സിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപകൻ പ്രശാന്ത് മാഷ്, അതോടൊപ്പം എൻ്റെ മോള്, ഹസ്ബൻഡ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വഴിയൂടെ ഒരു ചേട്ടൻ പോലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത്. കയറ്റം കയറുമ്പോൾ കൈ കൊടുത്ത് കയറണമെന്ന് പറഞ്ഞു തന്ന ആ ചേട്ടൻ. എപ്പോഴും ഞാൻ ഓടിക്കുമ്പോൾ കയറ്റം കയറുമ്പോഴത്തേനും നിന്ന് പോവുകയാണ് സ്കൂട്ടി. അപ്പോൾ ഞാൻ ഓർക്കുന്നത് എനിക്കറിയില്ലാത്തത് കൊണ്ട്, എനിക്കതുപോലെ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നതായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെ കൈ കൊടുത്ത് കയറാത്തത് കൊണ്ടാണ് എൻ്റെ സ്കൂട്ടി നിന്ന് പോകുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തൊക്കെയാണ് സ്കൂട്ടി, ബ്രേക്ക് ഏതാണ്, ആക്സിലേറ്റർ ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും. ബ്രേക്കുകൾ, ആക്സിലറേറ്റർ. അപ്പോൾ ഈ ആക്സിലറേറ്റർ എപ്പോഴും നമ്മൾ അത് നന്നായിട്ട് സ്പീഡ് കൂട്ടുന്ന ഒരു സംഭവമാണെന്ന് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ടതിന് പകരം ആക്സിലറേറ്ററാണ് പിടിച്ചതെങ്കിൽ ഓർക്കാൻ കൂടെ വയ്യ അതെന്തോ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്കൂട്ടി എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചിട്ട്, അതായത് ദൈവമേ തിരിച്ച് സുരക്ഷിതമായിട്ട് വരണേ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കും. കാരണം നമ്മൾ ഈ റൂൾസ് എല്ലാം പാലിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിലും മറ്റൊരു വണ്ടിക്കാരൻ അത് ചെയ്യാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ പാലിക്കേണ്ട റൂൾസ് എല്ലാം നമ്മൾ പാലിക്കണം. പിന്നെ ദൈവത്തിൻ്റെ കൈകളിൽ നമ്മൾ ഭദ്രമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുറ്റം കണ്ടില്ല, ഞങ്ങളുടെ മുറ്റം വളരെ ചെറിയൊരു മുറ്റമാണ്, വീതി കുറഞ്ഞ മുറ്റമാണ്. ഈ വീതി കുറഞ്ഞ മുറ്റത്തിൽ തിരിക്കാൻ പഠിച്ചത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. ഇതിലൂടെ തിരിച്ചു വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായി തുടങ്ങി. അതുപോലെ തന്നെ റോഡെന്ന് പറഞ്ഞാൽ റോഡും ഗട്ടറാണ് ഞങ്ങളുടെ റോഡുകൾ. അപ്പോൾ ഈ ഗട്ടറിലൂടെ പോകുമ്പോൾ വളരെയധികം ഒരു പ്രാക്ടീസ് കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഈ ഗട്ടറിലൂടെ കാല് കുത്തി പോകുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ കളിയാക്കും. ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാല് കയറ്റി വെക്കുക. പക്ഷേ ഈ കാല് കയറ്റി വെച്ചാൽ നമ്മൾ വീഴുമെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അതുപോലെ ചെറ്റി പറയും, താറാവ് പോകുന്ന പോലെ പോവുകയാണ്, തുഴഞ്ഞാണ് പോകുന്നത്, ഈ ഒപ്പം ഞാൻ നടന്നു വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആകുന്നുവോ അപ്പോൾ മാത്രമേ കാല് കയറ്റി വെച്ച് നമ്മൾ പോകാവൂ. അല്ലെങ്കിൽ താഴെ കിടക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇടവരുത്താത്ത വണ്ണം നമ്മൾ വേണ്ടുന്ന രീതിയിൽ നമ്മൾ സുരക്ഷ കരുതി മാത്രമേ മുന്നോട്ട് പോകാവൂ. അതോടൊപ്പം തന്നെ നമ്മൾ റൂൾസ് എല്ലാം നമ്മൾ പാലിക്കണം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. കാൽനട യാത്രക്കാരെ മാനിക്കണം, അവരുടെ ജീവൻ. അതുപോലെ തന്നെ എതിർവശത്തു നിന്ന് വരുന്ന വണ്ടികൾ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ സേഫ്റ്റി നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം സ്പീഡ് കൂട്ടാവുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ വളരെ പറന്നു പോകുന്ന പറക്കാൻ പറ്റും, പക്ഷേ അത് ഒത്തിരി പറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം സ്കൂട്ടി ഓടിക്കാനായിട്ട്. നമുക്ക് അതുപോലെ തന്നെ വണ്ടിയിലെ ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. നമ്മൾ അത് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അതുപോലെയൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ബ്രേക്ക് പിടിച്ച് തന്നെ വേണം പോകാനായിട്ട്. ബ്രേക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പറന്നു പോയാൽ അവസ്ഥ അറിയാമല്ലോ. അതുകൊണ്ട് അല്പം താമസിച്ചാലും നമ്മൾ സുരക്ഷിതമായിട്ട് അവിടെ എത്തുമല്ലോ, അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാൻ നോക്കരുത്. നമുക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്ത് സ്കൂട്ടി നമ്മുടെ കൈപ്പിടിയിൽ ഈ വണ്ടി ഒതുങ്ങും എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ അതിന് മുതിരാവൂ. അല്ലാതെ നമ്മളെ അപകടത്തിൽപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ വണ്ടിയുടെ
ബ്രേക്കൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കി വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുമെന്ന് കാണുമ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആകുമ്പോൾ നമുക്ക് വണ്ടി കാല് കയറ്റി വെച്ച് നമ്മുടെ വണ്ടി മുന്നോട്ടെടുക്കാൻ പറ്റും. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണം നമ്മുടെ വണ്ടി. ഓക്കെ, താങ്ക് യു.